മീൻ ഇഷ്ടപ്പെടുന്നവർക്കായി ഇതാ ഒരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി, ചില്ലി ഫിഷ്. വെജിറ്റേറിയൻസ് ഒട്ടും നിരാശപ്പെടേണ്ട. ഇതേ റെസിപ്പി നിങ്ങൾക്ക് പനീറിലോ സോയയിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാം, വളരെ ടേസ്റ്റിയുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 300 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ഫിഷാണ്. ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫിഷ് ഫില്ലറ്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആദ്യം തന്നെ അല്പം മാരിനേഷനൊക്കെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരല്പം വിനീഗർ കൂടി ചേർത്ത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ മാരിനേഷൻ. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. 15 മിനിറ്റിന് ശേഷം നമുക്കിത് അടുത്ത മാരിനേഷൻ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മൈദയും. മൈദ ഒരുപാട് കൂടുതൽ ചേർക്കണ്ട, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു മാവ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ഇത് ഒരു മുട്ടയുടെ വെള്ളയാണ്, വെള്ള മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം. കട നല്ലപോലെ കുഴഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ചൂടാക്കുക. ഫിഷ് ആയതുകൊണ്ട് ഒരുപാട് ഓയിൽ വേണ്ട, നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണം നിർബന്ധമില്ല. ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും പെട്ടെന്ന് കുക്കാവും. ഒരു 3-4 മിനിറ്റ് ഓരോ സൈഡും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ കുക്കായി കിട്ടും. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ. ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളും നല്ലപോലെ വെന്ത് കെട്ടിക്കോളും. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു സ്നാക്ക് പോലെ നമുക്കിത് ഉപയോഗിക്കാം. എന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില്ലി ഫിഷ് ആണല്ലോ. അപ്പോൾ 2 സൈഡും ഒരുപോലെ കുക്കായി കഴിയുമ്പോൾ നല്ല ഫ്രൈ ആയ പാകത്തിന് നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇതേ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് തന്നെ അല്പം ഓയിൽ എടുത്തിട്ടാണ് ഞാൻ ബാക്കിയുള്ള സോട്ടിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിവാക്കുക, ചൈനീസ് ആണല്ലോ. ഇത് ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് സോട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇതൊരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചില്ലി ഫിഷ് ആയതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് നല്ലപോലെ ചേർക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം. ഇതൊരു 2 മീഡിയം സവാളയാണ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്, അതും ചേർത്ത് കൊടുക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ ആവും. 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർക്കാനുണ്ട്. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്നായതിന് ശേഷം ക്യാപ്സിക്കം ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഓവറായിട്ട് കുക്കായി പോകും. സവാളയുടെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരും, അത്രയും മതി. അല്പം സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. ഇത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. സോസിൻ്റെ അളവൊക്കെ ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഇനി ചേർക്കാൻ പോകുന്ന ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ. റെഡ് ചില്ലി സോസ് ആണെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒരു റെഡ് കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഗ്രീനാണ് ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട്.
സോയാ സോസ് ചേർക്കുമ്പോൾ മാത്രം വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ഉപ്പുള്ളതുകൊണ്ട് നമ്മുടെ കറിക്ക് ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ രണ്ടാമത് വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ മീനിൽ ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇളക്കി ആ മസാലയിൽ നല്ല കോട്ടാവണം. സോസൊക്കെ നല്ലപോലെ ഒന്ന് കോട്ടായി വരട്ടെ. സോസ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവസാനം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈ ചില്ലി ഫിഷാണ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. നമ്മൾ അജിനോമോട്ടോ ഒക്കെ ചേർത്ത് ആരോഗ്യം നശിപ്പിക്കുന്നതിനേക്കാൾ ഈ ഒരു പഞ്ചസാര മാത്രം മതിയാവും ആ ഒരു റിയൽ ചൈനീസ് ഫ്ലേവർ കിട്ടാൻ. ലാസ്റ്റ് അല്പം സ്പ്രിംഗ് ഓണിയനും കൂടെ തൂകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഫിഷ് റെഡിയായി കഴിഞ്ഞു. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധാരണ റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ.